എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷം. കുറേ നാളുകളായി ഇങ്ങനത്തെ ഒരു വേദിയിൽ വന്ന് എന്ന് ഒരുപാട് ഇഷ്ടമുള്ള ആൾക്കാരെ നേരിട്ട് കാണാനും സംസാരിക്കാനുമായിട്ടൊരു വേദി കിട്ടിയത്. അതിന് ആദ്യം നന്ദി പറയുന്നു റോന്ത് ടീമിനോട്. വളരെ പ്രിയപ്പെട്ടൊരു ചിത്രമാണ്. വളരെ പ്രിയപ്പെട്ടവർ അഭിനയിക്കുന്ന, വളരെ പ്രിയപ്പെട്ടവർ മുന്നണിയിലും പിന്നണിയിലും കൂടെയും പ്രവർത്തിക്കുന്ന ഒരു സിനിമയാണ് റോന്ത്. പേര് സൂചിപ്പിക്കുന്ന പോലെ ജംഗ്ലി പിക്ചേഴ്സ് വിത്ത് ഫെസ്റ്റിവൽ സിനിമാസ്. ഇതൊരു ആ രീതിയിൽ തന്നെ പേരുകൾ സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഒരു വൈൽഡ് ഫെസ്റ്റിവൽ ആവട്ടെ, അല്ലെങ്കിൽ ഒരു വൈൽഡ് സെലിബ്രേഷൻ ആവട്ടെ ഈ സിനിമ തിയേറ്ററുകളിലും നമ്മുടെ മനസ്സുകളിലും എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. ഈ വേദിയിൽ വന്ന കുറേ പേരുടെ സംസാരങ്ങളും ഒക്കെ കേട്ടപ്പോഴാണ് കുറേ പുതിയ അറിവുകളും പുതിയ കാര്യങ്ങളും എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. നമുക്കൊരു മലയാള സിനിമ ഒരു പാൻ ഇന്ത്യൻ ലെവൽ അല്ലെങ്കിൽ ഹിന്ദിയിൽ പിച്ച് ചെയ്യണമെങ്കിൽ റോഷൻ്റെ ഡേറ്റ് മേടിച്ചിട്ട് റോഷനെ കൂടെ നരേറ്റ് ചെയ്യിക്കുക. അപ്പം ഞാൻ അഭിനയിക്കുന്ന സിനിമകൾ എന്നേക്കാളും ഇമ്പോർട്ടൻ്റ് ആയ റോളുകൾ റോഷനുണ്ടാവട്ടെ, അതിനുവേണ്ടി ഞാൻ ആത്മാർത്ഥമായിട്ട് ശ്രമിക്കുന്നു. പിന്നെ വേറൊരു കാര്യം, അത് ഏറ്റവും അവസാനം പറയാം, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്, അത് ഏറ്റവും വൈൻഡപ്പ് ചെയ്യുന്ന സംബന്ധി ഞാൻ പറയുന്നതായിരിക്കും. ഈ സിനിമയുടെ മറ്റൊരു പ്രധാന കഥാപാത്രം അവതരിപ്പിക്കുന്ന ദിലീഷ് പോത്തൻ എന്ന സംവിധായകൻ എന്നതിനേക്കാളുപരി ഒരു നടൻ എന്നുള്ള രീതിയിലും ഒരു സുഹൃത്ത് എന്നുള്ള രീതിയിലും എനിക്ക് അടുത്തറിയാവുന്നൊരു വ്യക്തിയാണ്. ഞങ്ങൾ പട എന്നുള്ള സിനിമയിൽ കുറേ നാളുകൾ ഒരുമിച്ചുണ്ടായിരുന്നു. അതിനുശേഷം ഈ അടുത്ത് തന്നെ രതീഷ് പൊതുവാൾ സംവിധാനം ചെയ്യുന്ന ഒരു ദുരൂഹ സാഹചര്യത്തിൽ എന്നുള്ള സിനിമയിൽ ഒരുപാട് നാളുകൾ ഒരുമിച്ച് വർക്ക് ചെയ്തു. റോഷൻ നേരത്തെ സൂചിപ്പിച്ച പോലെ പോത്തേട്ടൻ്റെ ബ്രില്യൻസ് നമ്മൾ സംവിധാന സിനിമകൾ കണ്ടിട്ടുണ്ട്. പക്ഷേ നടൻ എന്നുള്ള രീതിയിലുള്ള വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു പരകായ പ്രവേശം എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ തള്ളി മറിക്കുകയല്ല, എന്നാലും ആ രീതിയിൽ നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന രീതിയിലുള്ള കഥാപാത്രങ്ങളുമായിട്ട് ദിലീഷ് പോത്തൻ എന്ന നടൻ തീർച്ചയായിട്ടും മലയാള സിനിമയിലൊരു മുഖമുദ്രയായിട്ട് മാറും എന്നുറപ്പിക്കാവുന്ന സിനിമകളൊന്ന് റോന്തായിരിക്കും. അതേപോലെ തന്നെ ഒരു ദുരൂഹ സാഹചര്യം എന്ന സിനിമയിലെ കഥാപാത്രം അങ്ങനെ ആവണം എന്ന് ഞാൻ ആശംസിക്കുന്നു. റോന്തിൽ പ്രത്യേകിച്ചും ആ കഥയും കഥാപാത്രങ്ങളും കഥാസാഹചര്യങ്ങളും എനിക്കറിയാവുന്നതുകൊണ്ട് തന്നെ ഇത് എത്രത്തോളം ആ കഥാപാത്രങ്ങളിലേക്ക് നിങ്ങൾക്ക് രണ്ടുപേർക്കും കഥാപാത്രങ്ങളായിട്ട് മാറാൻ സാധിക്കുമെന്നുള്ളതിൽ യാതൊരു സംശയമില്ല. സോ റിയലി എക്സൈറ്റഡ് ടു സീ ബോത്ത് ഓഫ് യു ഓൺ ദ സ്ക്രീൻ. പിന്നെ എനിക്ക് ഇഷ്ടമുള്ള വേറെ കുറച്ച് ആൾക്കാരും വളരെ എന്താ പറയുക സർപ്രൈസിംഗ് ആയിട്ട് റോളുകൾ ഇതിൽ ചെയ്യുന്നുണ്ട്. ലക്ഷ്മി ആണെങ്കിലും അതേപോലെ തന്നെ കുറച്ച് ആൾക്കാരും ഈ സിനിമയിലുണ്ട്. പിന്നെ ഈ ടീസറിൽ നമ്മൾ കണ്ടു, ആദ്യം തന്നെ ദിലീഷ് പറയുന്നൊരു കാര്യം, ഒരു പോലീസുകാരൻ ആദ്യം വേണ്ടത് ഒബ്സർവേഷൻ എന്നുള്ളൊരു കാര്യമാണ്. ഷാഹി കബീർ ഒരു പോലീസുകാരനാണ്, നമുക്കറിയാം, ആയിരുന്നു. ഇപ്പം രാജിവെച്ചില്ലേ? ഓക്കെ. പക്ഷെ പോലീസുകാരനാകുന്നതിന് മുമ്പ് തന്നെ ആലപ്പുഴക്കാരനാണ്, എൻ്റെ നാട്ടുകാരനാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒബ്സർവേഷൻ പാഠം പോലീസുകാരനാകുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തിൻ്റെ രക്തത്തിൽ അലിഞ്ഞു ചേരുന്നൊരു കാര്യമാണ്. പ്രത്യേകിച്ച് പെൺകുട്ടികളെ ഒബ്സർവ് ചെയ്യുന്ന കാര്യത്തിൽ അദ്ദേഹം ഒരു അഗ്രഗണ്യനായിരുന്നു എന്നുള്ളതാണ് നാട്ടുവർത്തമാനം. എനിക്കറിയില്ല, കേട്ടുകേൾവിയാണ്. തമാശയാക്കി മാറ്റിയോ? ഇവിടെ സീരിയസ് ആയിട്ട് പറഞ്ഞോളൂ. എനിവേ, ജോക്സ് അപ്പാർട്ട്, നമുക്കറിയാം ഷാഹി എന്നുള്ള സംവിധായകൻ അല്ലെങ്കിൽ തിരക്കഥാകൃത്ത് ഏറ്റവും നല്ല സിനിമകൾ, മലയാള സിനിമകൾ, അതും പോലീസ് ബേസ്ഡ് ആയിട്ടുള്ള സിനിമകൾ നൽകിയിട്ടുള്ളതാണ്. അത് മലയാള സിനിമയിൽ ഒതുങ്ങി നിൽക്കാതെ ഭാഷാന്തരങ്ങൾ താണ്ടി എല്ലാ ഭാഷകളും അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്തും കേരളത്തിന് പുറത്താണെങ്കിലും ഇന്ത്യക്ക് വെളിയിലാണെങ്കിലും ഒരുപാട് ആരാധകരെ സൃഷ്ടിച്ചിട്ടുള്ള മലയാള സിനിമയ്ക്ക് നൽകിയിട്ടുള്ള ഒരു തിരക്കഥാകൃത്തും ഒരു സംവിധായകനുമാണ്. അപ്പം അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൽ നിന്നും റോന്ത് എന്നുള്ള ഒരു സിനിമ വരുമ്പോൾ അത് പോലീസുകാരുടെ സിനിമ എന്നതിനേക്കാളുപരി പോലീസുകാരായ മനുഷ്യരുടെ സിനിമ എന്നുള്ള രീതിയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ അനുഭവിക്കാനായിട്ട് സാധിക്കും എന്ന് എനിക്ക് യാതൊരു സംശയമില്ല. അപ്പോൾ ആ രീതിയിലും ഒരു പോലീസുകാരായ മനുഷ്യരുടെ സിനിമ അല്ലെങ്കിൽ കഥ അത് ഏറ്റവും നല്ല രീതിയിൽ ഹൃദയത്തിൽ ഏറ്റുന്ന ഒരു സിനിമയായിട്ട് മാറട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഓൾ ദ വെരി ബെസ്റ്റ് ദ എൻ്റയർ ടീം ഓഫ് റോന്ത്. ഐ ആം സോ ഹാപ്പി ടു ബി പാർട്ട് ഓഫ് ദിസ് ഇവൻറ്റ്. ഇവിടെ വന്ന് ഈ ഒരു സിനിമയുടെ ഭാഗമായി എൻ്റെ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. എന്നെ വിളിച്ചതിനും ഒരുപാട് നന്ദി. So welcome Jungly Pictures to Malayalam cinema, and hopefully you will make wonders with movies and making Malayalam cinemas go beyond borders. Thank you very much. ഒരുപാട് സന്തോഷം ചേട്ടാ. അപ്പോൾ നമുക്ക്